വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസ് ഉൾപ്പെടെയുള്ള 15 പേരുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകി ഫ്രാൻസിസ് പാപ്പയുടെ അധ്യക്ഷതയിൽ നടന്ന കർദിനാൾമാരുടെ സാധാരണ കൺസിസ്റ്ററി. സിറിയയിലെ ക്രിസ്തു വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച ഡമാസ്കസിലെ 11 രക്തസാക്ഷികൾ ഉൾപ്പെടെ 14 പേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന തിരുക്കർമ്മങ്ങൾ ഒക്ടോബർ 20 ഞായറാഴ്ച നടത്തപ്പെടും. വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസിന്റെ വിശുദ്ധ പദവി പ്രഖ്യാപനം 2025 ജൂബിലി വർഷത്തിലായിരിക്കും നടക്കുക. ജൂലൈ 1 സിനഡലിറ്റിയെക്കുറിച്ചുള്ള സിനഡിന്റെ അസംബ്ലിയിൽ 15 പേരുടെ വിശുദ്ധ പദവികൾക്ക് കർദിനാൾ കോളേജിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് വത്തിക്കാൻ വിശുദ്ധ പദവി പ്രഖ്യാപിക്കുന്ന തീയതി ലോകത്തെ അറിയിച്ചത്. അതേസമയം 21-ാം നൂറ്റാണ്ടിന്റെ സൈബർ അപ്പസ്തോലൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കാർലോ അക്യൂട്ടിസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കൺസിസ്റ്ററിയിൽ ഫ്രാൻസിസ് പാപ്പ അധ്യക്ഷത വഹിച്ചു. കൺസിസ്റ്ററിയിൽ വിശുദ്ധരുടെ നാമകരണങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് 15 വാഴ്ത്തപ്പെട്ടവരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ഹ്രസ്വ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് അവരുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനുള്ള അംഗീകാരം കൺസിസ്റ്ററി അംഗങ്ങൾ നൽകി. ഈ പുതിയ വിശുദ്ധരിൽ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസ് ഒഴികെയുള്ളവരുടെ പേരുകൾ 2024 ഒക്ടോബർ 20 ഞായറാഴ്ച വിശുദ്ധരുടെ പട്ടികയിൽ ആലേഖനം ചെയ്യും. വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിന്റെ വിശുദ്ധ പദവി 2025 ജൂബിലി വർഷത്തിലായിരിക്കും നടക്കുക. പുതിയ സഹസ്രാബ്ദത്തിലെ വിശുദ്ധൻ എന്ന നിലയിൽ കാർലോ അക്യൂട്ടിസ് നിരവധി യുവജനങ്ങൾക്ക് ക്രൈസ്തവ ജീവിതത്തിൽ ഏറെ ആത്മീയ പ്രചോദനം നൽകുന്ന വ്യക്തി കൂടിയാണ്. 1860 ജൂലൈ 9 അർദ്ധരാത്രിയിൽ ഡമാസ്കസിൽ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഡ്രൂസ് കമാൻഡോയുടെ ക്രൂരകൃത്യത്തിന് ഇരയായി മരണം വരിച്ച 11 പേരാണ് ഡമാസ്കസ് രക്തസാക്ഷികൾ. ഡമാസ്കസിലെ പഴയ നഗരത്തിലെ ക്രിസ്ത്യൻ ക്വാർട്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ പ്രവേശിച്ച ഡ്രൂസ് കമാൻഡോ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൂട്ടക്കൊല നടത്തുകയായിരുന്നു. ചിലരെ കോടാലി ഉപയോഗിച്ച് ശിരച്ഛേദം ചെയ്തായിരുന്നു കൊലപ്പെടുത്തിയത്. മാനുവൽ റൂയിസ്, കാർമെലോ ബോൾട്ട, നിക്കാനോർ അസ്കാനിയോ, നിക്കോളാസ് എം ആൽബർക്ക വൈറ്റോറസ്, പെഡ്രോ സോളർ, എംഗൽബർട്ട് കൊല്ലാൻഡ്, ഫ്രാൻസിസ്കോ പിനാസോ പെനാൽവർ, ജുവാൻ എസ് ഫെർണാണ്ടസ്, സഹോദരങ്ങളായ ഫ്രാൻസിസ് അബ്ദുൽ മൊഹ്തി, റാഫേൽ മസാബ്കി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഈ വർഷത്തെ രക്തസാക്ഷികളുടെ അനുസ്മരണത്തിന് വളരെ സവിശേഷമായ പ്രത്യേകതയുണ്ടെന്നും കാരണം അത് വിശുദ്ധിയുടെ അടയാളമാണെന്നും ഈ പ്രഖ്യാപനത്തിനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു പുതിയ ഉണർവ് നൽകുമെന്നും ഡമാസ്കസിലെ ബാബ്ഡൂമയിലെ ഫ്രാൻസിസ്കൻ കോൺവെന്റിന്റെ രക്ഷാധികാരി ഫാദർ ഫിറാസ് ലുഫ്തി പറഞ്ഞു. 1926 പിയൂസ് 11 പാപ്പയാണ് ഇവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത്. എല്ലാ വർഷവും ജൂലൈ 10 സിറിയൻ തലസ്ഥാനത്ത് ലാറ്റിൻ മാരോണൈറ്റ് സമൂഹങ്ങൾ ഈ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നുണ്ട്. ഇവരെ കൂടാതെ പരിശുദ്ധാത്മാവിന്റെ അപ്പസ്തോല എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ലിയോ 13 മാർപ്പാപ്പയുടെ സുഹൃത്തും വിശുദ്ധ ജമ്മ ഗൽഗാനിയുടെ അധ്യാപികയുമായിരുന്ന എലേന ഗുവേര, ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകയായ കനേഡിയൻ സന്യാസിനി വാഴ്ത്തപ്പെട്ട മേരി ലിയോണി, ഇറ്റാലിയൻ സ്വദേശിയും കൺസോളറ്റ മിഷണറി സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപകനുമായ വാഴ്ത്തപ്പെട്ട ഗ്യൂസെപ്പെ അല്ലമാനോ എന്നിവരെയാണ് ഒക്ടോബർ 20 ലക്ഷങ്ങളെ സാക്ഷി നിർത്തി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.